പാപം മനുഷ്യന് വ്യത്യസ്തമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അവൻ്റെ നന്മയുടെ തൗഫീഖുകളെ അത് കളയും. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നന്മ ചെയ്യാൻ കഴിയാത്ത പാപങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തു വെക്കും എന്നാണ്. നന്മകൾ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അവനിൽ സംജാതമാക്കുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രല്ല, പാപം ഒരു സമൂഹത്തിൽ വർദ്ധിച്ചാൽ ആ സമൂഹത്തിൽ അള്ളാഹു പലതരം ശിക്ഷകളെ ഇറക്കും. പാപിയായ വ്യക്തിക്ക് ദുനിയാവിൽ തന്നെ അവൻ്റെ റിസ്ഖിൽ തന്നെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അവൻ്റെ റിസ്ഖിൽ തന്നെ അവന് വ്യത്യസ്തമായ കുറവുകളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. ഈ രീതിയിൽ പാപം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ അപകടങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അവൻ എപ്പോഴും ബോധവാനായിരിക്കും എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നാലോ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫാജിറിനെ സംബന്ധിച്ചിടത്തോളം, അന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അല അംഫിഹി വൽ ഇന്നൽ ഫാജിറ, ഫാജിർ എങ്ങനെയായിരിക്കും? യറാ ദുനൂബഹു, അവന്റെ പാപങ്ങളെ അവൻ കാണുക, കദുബാബിൻ, ഒരു ഈച്ചയെ പോലെയാണ്. മറ അല അംഫിഹി, അവന്റെ മൂക്കിന്റെ മുന്നിലൂടെ വന്നുപോയ ഒരു ഈച്ചയെ പോലെയാണ്. എന്താ, ഈച്ചനെ അവിടെ തട്ടും, അതോടത് മറക്കും. ഈച്ച അങ്ങനെ ഇപ്പൊ വരുമോ എന്ന് വിചാരിച്ചിരിക്കൂലല്ലോ. സഹോദരന്മാരെ, റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമുക്ക് നമ്മളെ, എന്നെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ശരിയാം വിധം അവലോകനം നടത്താൻ കഴിയണം. നമ്മൾ സീറ്റുകളൊന്ന് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുക. ഗ്യാപ്പില്ല, എനിക്കറിയാം, അറിയാഞ്ഞിട്ടല്ല. ഒന്ന് നീങ്ങിയിരുന്നാൽ ചെറിയ ഗ്യാപ്പ് കിട്ടും. സ്ത്രീകളെ ഭാഗത്ത് സ്ത്രീകളൊന്ന് സഫൊക്കെ ഒന്ന് കയറിയിരിക്കുക, അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുരുഷന്മാരുടെ ഭാഗത്ത് നമ്മൾ കുറച്ച് സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക്. പുരുഷന്മാരുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ സഫിലാന്ന് ഞാൻ ആരും ഓൺലൈനിൽ മനസ്സിലാക്കരുത്. പിന്നെ അവിടെ പ്രത്യേക ഏരിയ ഉണ്ട്, ആ ഏരിയയിലെ ഡോറ് ക്ലോസ് ചെയ്ത് അവർക്ക് അവിടെ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യം സ്ത്രീകൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പം പാപത്തെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഇസ്ലാം വിലയിരുത്തുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് ഈ സൊഫിലിരുന്ന്, സഹോദരന്മാരെ, ഈ സൊഫിലിരുന്ന്, ഈ മിമ്പറിൽ നിന്ന് ഞാൻ, ഈ സൊഫിലിരുന്ന് നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും അവലോകനം നടത്തുക. നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നാവ് കൊണ്ട് ചെയ്യുന്നത്, കണ്ണുകൊണ്ട് ചെയ്യുന്നത്, കാലുകൊണ്ട് ചെയ്യുന്നത്, സാമ്പത്തിക രംഗത്ത് ചെയ്യുന്നത്, സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്നത്, അല്ലെ, അങ്ങനെ അറിഞ്ഞു ചെയ്യുന്നത്, അറിയാതെ ചെയ്യുന്നത്, അതിനോട് എന്തെങ്കിലും അങ്ങനത്തെ ഒരു മനോനില നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളിയാഴ്ച മിമ്പറിൽ കയറുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അറദിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ മുഖം കുത്തി വീഴട്ടെ, അവൻ നശിക്കട്ടെ. ദഖല അലൈഹി റമളാനു, അവൻ റമളാൻ മാസത്തിൽ ജീവിച്ചു. തുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, പിന്നെ ആ റമളാൻ അവരിൽ നിന്ന് കഴിഞ്ഞുപോയി, അവന് പുറത്തു കിട്ടിയില്ല, അവൻ ചെയ്യുന്ന പാപങ്ങൾ പുറത്തു കിട്ടിയില്ല. അങ്ങനെ റമളാൻ മാസം കഴിഞ്ഞു പോയ വ്യക്തി അവൻ മുഖം കുത്തി വീഴട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു എന്നല്ല, ജിബ്രീൽ പ്രാർത്ഥിച്ചു. അപ്പോഴോ പ്രവാചകൻ ആമീൻ പറഞ്ഞു. 3 ആമീനുകൾ കേട്ടു സ്വഹാബത്ത്. പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 3 ആമീനിന്റെയും കാരണം ചോദിച്ചപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണത്. ആ 3 ആമീനുകളുടെ അർത്ഥം എന്തായിരുന്നു എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഖുതുബ ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ആദ്യം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളോട് ഇങ്ങനത്തെ ഒരു സമീപനം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞിരുന്ന് അത് ഓരോന്നും എണ്ണിപ്പൊറുക്കി റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടാകും. ആകെ മൊത്തം ടോട്ടൽ ഒരു പറച്ചിലല്ല. ജീവിതത്തിൽ ചെയ്ത ഒരുപക്ഷെ നമുക്ക് മാത്രം അറിയുന്ന, മറ്റൊരാൾക്കും അറിയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുണ്ടാവും, അല്ലെ? അപ്പൊ അതിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ വ്യക്തികളോട് പോയി പൊരുത്തപ്പെടിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആരാ? ലോകത്തിന്റെ റസൂൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ നാളുകൾ അടുത്തപ്പോ മിമ്പറിൽ കയറി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ പിച്ചി ചീന്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾക്ക് പിച്ചി ചീന്താം. നിങ്ങൾ ആരെയെങ്കിലും ഞാൻ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരം ഇപ്പോൾ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാം, നിങ്ങൾക്ക് എന്നെ അതിന് പകരം ചെയ്യാം. അപ്പോഴാണ് ഒരു സ്വഹാബി, നബി എനിക്ക് പകരം ചെയ്യാണ്ടെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചപ്പോ പറഞ്ഞു, അങ്ങയുടെ വടി സ്വഫ് ഇങ്ങനെ ശരിയാക്കുമ്പോ, യുദ്ധമുന്നണിയിൽ സ്വഫ് ഇങ്ങനെ ശരിയാക്കുമ്പോ ആ വടി വയറ്റത്തൊന്ന് തട്ടിയപ്പോ അതിന് പകരം വേണം, വയറ്റത്തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ വയറ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അവിടെ ഒരു ചൂടുള്ള ഒരു ചുംബനം കൊടുത്തു റസൂലുള്ളാഹിക്ക്.
ചൂടുള്ളൊരു ചുംബനം കൊടുത്തു പ്രവാചക തിരുമേനിക്ക്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആരെങ്കിലും സ്വത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എനിക്ക് എന്റെ സ്വത്തിൽ നിന്ന് ആ ഭാഗം നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഇതാരാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. മുൻപ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം ഇതാണെങ്കിൽ അത് പരലോകത്തേക്ക് നീളരുത് എന്നുള്ള മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ കാണണം എന്നത് ഈ ഒരു ദിവസം നമ്മൾ ആലോചിക്കുക. നോക്കൂ, നിങ്ങൾ സഹൽ ബിൻ അബ്ദുള്ള റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ ജാഹിൽ മയ്യിത്തുൻ, വിവരമില്ലാത്തവൻ, ദീന് പഠിച്ച് സ്വന്തം പാപവും തിന്മയും കുറവും കുഴപ്പമൊന്നും ഗ്രഹിക്കാനും പഠിക്കാനും അവസരം കിട്ടാത്തവൻ, അവൻ ആരാണ്? അവനൊരു മയ്യത്തിനെ പോലെയാണ്. ജാഹില് ഒരു മയ്യത്തിനെ പോലെയാണ്. ഇനി വന്നാസി നായിമുൻ, മറന്നു ചെയ്യണോന്, ഒരബദ്ധം, ഒരു സാധനം മറന്നു ചെയ്തു അല്ലെ, ഒരു കാര്യം മറന്നു ചെയ്തു, അവൻ നായിമുൻ, അവൻ ഉറങ്ങണവനെ പോലെയാണ്. വലാസി, പാപി സഖറാൻ, അവൻ ലഹരി ബാധിച്ചവനെ പോലെയാണ്. പാപത്തിനൊരു ലഹരിയുണ്ട്, പാപത്തിനൊരു രുചിയുണ്ട്. നല്ല 27-ാം രാവിന്, 23-ാം രാവിന്, 25-ാം രാവിന് സമുദായം മുഴുവൻ തസ്ബീഹും ചൊല്ലി ഇരിക്കുമ്പോ ഏതെങ്കിലും ചായക്കടിയിൽ ഇങ്ങനെ ചായയും കുടിച്ച് കഥയും പറഞ്ഞിരിക്കുക, അതിലൊരു ലഹരി ഉണ്ട്. ആർക്ക് കൊണ്ടാലും ഒരു പ്രശ്നമല്ല, ഞാൻ എൻ്റെ ഹക്കാണ് വീട്ടുന്നത്. അന്ന് പൂരത്തിന് പോകാനും അന്ന് വേറെടുത്ത് പോകാനും നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാറില്ലെങ്കിൽ പാപം തലയിൽ വന്ന് വീഴുന്നതിനെ ഭയപ്പെടണം. അത് ചിലപ്പോ കണ്ടുപോകലേക്കാരം, ചിലപ്പോ കൈ പോകലേക്കാരം, ചിലപ്പോ കിഡ്നി പോകലേക്കാരം, ചിലപ്പോ ഒരു ജനതക്ക് മുഴുവൻ വരുന്ന പാപമായിരിക്കും. മനസ്സിലായില്ലേ? ഞാനിത് ആരുടെയെങ്കിലും മുഖത്തേക്ക് എന്റെ നോട്ടം വരുമ്പോ ഓരെ കുറിച്ചാണെന്നൊന്നും ഒരു വിചാരിക്കണ്ട കേട്ടോ. പേടിയാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ പറയാൻ, പേടിയാണ്. ചിലപ്പോ ഞാൻ അങ്ങനെ നോക്കുമ്പോഴേക്കാരം ഒരുത്തം കഴിഞ്ഞ ദിവസം ചിലപ്പോ അവിടെ മറ്റേ സോഡന്റെ ഉള്ളിക്ക് എല്ലാം കൂടി അടിച്ചിട്ടുണ്ടല്ലോ ഒരു കുടിച്ചല്, എല്ലാ അതിലില്ലാത്തൊന്നും ഉണ്ടാവും, ഭൂമി കിട്ടണ മുഴുവനും കുടിച്ചിട്ട്, എന്നിട്ട് അതിന്റെ ഒരു 30 സെക്കൻഡിന്റെ സുഖം ഓന്റെ കിഡ്നിക്ക് എന്തൊക്കെയാ പറ്റിയെന്ന് ഓൻ അറിയില്ല. ഇത് ആര് സഹിക്കണം? സമുദായം സഹിക്കണം. എന്നിട്ട് ഓൻ ഓട്ടോറിക്ഷമന്റെ ഫോട്ടോ വെച്ചിട്ട് അത് പ്രൊഫഷണലായി ഏറ്റെടുത്ത ആൾക്കാർ പിരിക്കണം. അല്ലെങ്കിലോ ഇവിടെയുള്ള നല്ല മനുഷ്യർ അവരുടെ ജോലിയും ബാക്കി കാര്യം ഒഴിവാക്കിയിട്ട് കൈ നീട്ടണം. സമുദായത്തിലെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാൻ സമുദായത്തിന്റെ നേതൃത്വങ്ങൾ സന്നദ്ധമാകണം. വെള്ളിയാഴ്ച ഓലാകെ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ കയറുക. അന്ന് ഇബ്നുൽ ബാത്തത്തുൽ മിസ്രി വർഷങ്ങൾക്ക് മുമ്പ്, 100-150 വർഷങ്ങൾക്ക് മുമ്പ് മിസ്റിൽ നടത്തിയ ഖുതുബ അറബിയിൽ വായിച്ചു പോയാലേ അത് സമുദായത്തിലെ മക്കൾക്ക് കിട്ടൂല. ഡോക്ടർമാരും പിന്നെ എന്താ പറയാ ഇതിന്റെ ബയോളജിയും കൈകാര്യം ചെയ്യണവർ മാത്രം പറഞ്ഞ തീരണതല്ലത്. ഞാൻ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, എന്നെ ഉണർത്തുകയാണ്, നമ്മൾ ഓരോരുത്തരും ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഇനിയോ വലാസി സക്രാൻ, പാപി ആരാണ്? പാപി ഒരു ലഹരി ബാധിച്ചവനെ പോലെയാണ്. ഇനി അടുത്തത് പറയാണ്, വൽ മുസിറു ഹാലിക്, പാപത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ അവൻ നശിച്ചവനാണ്. വേണ്ടാത്ത വീഡിയോസ് കാണുന്ന ഒരു രീതിയുണ്ട്, നിർത്താൻ കൃത്യമായ വഴിയുണ്ട്, ഒരു പ്രശ്നമില്ല. മനുഷ്യനെന്ന് പ്രായവ്യത്യാസമില്ലാതെ യൂട്യൂബിന്റെ ദുരന്തങ്ങളിൽ അകപ്പെടുന്നവരാണ് അല്ലേ. ഒരു വ്യക്തിയുടെ കാഴ്ചക്ക് വരുന്ന കുഴപ്പം അയാളുടെ ജീവിതത്തെ സമഗ്രമായി ബാധിക്കും. സഹോദരന്മാരെ, അയാളുടെ ജീവിതത്തെ സമഗ്രമായി ബാധിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, അതിന് ദീനിന്റെ ടെക്സ്റ്റ് ഒന്നും ആവശ്യമില്ല, വളരെ കൃത്യമായ സയൻസും ബയോളജിയും വെച്ച് പറയാൻ പറ്റും. എന്ത്? അയാളുടെ ലൈംഗിക ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ആസ്വാദനം അയാൾക്ക് കിട്ടുന്നില്ല. കാരണം അയാൾ വേണ്ടാത്തൊരു വീഡിയോയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അയാളുടെ മെന്റൽ ഓറിയന്റേഷൻ, അയാളുടെ തലച്ചോറിന്റെ ഒരു ക്രമീകരണം, ആ സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് മാറുകയാണ്. ഇനി ആ ഒരു ലെവലിലുള്ളത് കിട്ടിയാലേ അയാൾക്ക് യഥാർത്ഥ രുചിയും ആസ്വാദനം ഉണ്ടാവുള്ളൂ. അയാളുടെ മനസ്സ് അയാൾക്ക് പ്രഡിക്റ്റ് ചെയ്യണത്, അയാൾ ബെഡ്റൂമിക്ക് പോകുമ്പോൾ അയാൾക്ക് മുൻകൂട്ടി നൽകുന്ന മൈൻഡ് എന്താ? ലൈംഗികതയെക്കുറിച്ച് ഓർമ്മയിൽ അയാൾക്ക് തെളിയുന്ന കാര്യം അതാണ്, അതേ അയാൾക്ക് കിട്ടുള്ളൂ. അപ്പോ അനുവദിക്കപ്പെട്ട ആസ്വാദനത്തിന്റെ മഹാപ്രപഞ്ചത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച്, നിങ്ങളുടെ പെണ്ണ് ഒറ്റക്കണ്ണിയും വികലാംഗയുമാണെങ്കിലും, നിങ്ങളുടെ കൂടെ ഉറങ്ങുന്ന ആണ് അയാൾ ഒരുപാട് രോഗങ്ങളുടെ ഉടമയാണെങ്കിലും, അയാൾക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിലും, ബർക്കത്തിന്റെ, റഹ്മത്തിന്റെ, മവദ്ദത്തിന്റെ രുചി അത് പടച്ചോൻ ഇട്ടിരുന്നു. അത് പടച്ചോൻ ആകാശത്ത് നിറക്കണതാണ്. അത് കിട്ടണമെങ്കിൽ ഇത്തരം, ഞാൻ ആ ഒരു മേഖലയിലേക്ക് പോണില്ല, തീർച്ചയായും വലിയ നഷ്ടങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പരലോകത്തിന്റെ നഷ്ടങ്ങളുണ്ട്. നിസ്കാരത്തിലെ സുജൂദിലടക്കം, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴടക്കം ഇജാതി ഓർമ്മ വന്ന സുഹൃത്തുക്കൾ എന്താ ചെയ്യുക അല്ലേ? അങ്ങനത്തെ ദുരന്തങ്ങൾ അനുഭവിക്കണവരില്ലേ? സ്വന്തം കുടുംബത്തിൽ തൃപ്തി, സ്വന്തം ഇണയിൽ തൃപ്തി പൂർത്തീകരിക്കാൻ കഴിയാത്തവരില്ലേ?
മറ്റൊരാളെ മനസ്സിൽ വിചാരിക്കേണ്ടി വരുന്ന മഹാദുരന്തങ്ങളുടെ ഉടമകളില്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ എന്തിന്റെ അനന്തരഫലാണ്? കാഴ്ച സൃഷ്ടിക്കുന്ന പ്രതിസന്ധി തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ തിന്മകളിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നവർ അവര് നശിക്കുമെന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പൊറുക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പൊറുക്കുമോ? അല്ലാഹു അഹ്ഫറഹു ബി തൗബതി അബ്ദിഹി മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ് അളല്ലഹു ഫി അർദിൻ ഫലാത്. അല്ലാഹു അഹ്ഫറഹു ബി തൗബത അബ്ദിഹി, ബി തൗബതി അബ്ദിഹി. അല്ലാഹു തന്റെ അടിമയുടെ തൗബയിൽ സന്തോഷിക്കണം. സാധാരണ നമ്മളോട് ഒരാളുടെ എന്തെങ്കിലും ചെയ്താൽ എന്താ ചെയ്യുക? നമ്മളെ ഒരാളൊരു ദേഷ്യത്തിന് എന്തോന്നാണ് പറഞ്ഞു, അല്ലെ നമ്മളെ കോളറിനാണ് പിടിച്ചു, അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഒന്നാണ് തട്ടി. ഒരു എക്സാമ്പിൾ എടുത്തോ, ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും പറ്റിയാണ് ഞാൻ പറയുന്നത്. അയാളോട് നമുക്കുള്ളൊരു കോപം എത്രയായിരിക്കും? അയാൾ എന്തെങ്കിലും സോറി പറഞ്ഞാൽ എന്താ ചെയ്യുക? അയാൾ ആ സോറിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുക? എന്നാ പടച്ചോ സോറിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പറഞ്ഞോളി. അള്ളാഹ് അങ്ങേയറ്റം സന്തോഷിക്കും. കാരണം അടിമയെ നരകത്തിലിടണമെന്ന് പടച്ചോന് യാതൊരു ആഗ്രഹമില്ല. അടിമക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയിരം വഴികൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വഴികളിൽ ഒന്നും സ്വീകരിക്കാതെയാണ് അവനിപ്പോ അള്ളാഹു മുൻപിൽ വരുന്നത്. അപ്പോഴാണ് നീതി നടപ്പിലാക്കുന്നത്, അല്ലെ? അപ്പൊ അള്ളാഹിന്റെ സന്തോഷം എങ്ങനെയായിരിക്കും അറിയോ? ആ സന്തോഷത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഒരു ഉദാഹരണം പറയാണ്. ഒരാളുടെ ഒട്ടകം അല്ലെങ്കിൽ ഒരാളുടെ വാഹനം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അതിനെ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം. ഒരു റൈഡിന് പോയി, മരുഭൂമിയുടെ അങ്ങേത്തല ഉള്ളിലേക്ക് പോയി. അയാളുടെ ഒരു ക്രൈസ് എന്നുള്ള ഒറ്റക്ക് പോയതാ. അവിടെ എത്തിയപ്പോൾ വണ്ടിന്റെ ടയർ പഞ്ചറായി, മണൽക്കാറ്റ് ശക്തമായി, ദീർഘമായ മണിക്കൂറുകൾ കുടുങ്ങി. അയാൾ പല നിലക്ക് നോക്കിയിട്ട്, അല്ലെ വണ്ടി ഓഫായി. അങ്ങനെ ഉണ്ടല്ലോ, ദീർഘമായ മണിക്കൂറിന് ശേഷം താൻ മരിക്കുമെന്ന് ഉറപ്പാകുന്ന ഒരു നേരത്തെ അയാളെ വണ്ടിയാണ് സ്റ്റാർട്ടാവുമ്പോഴേക്കുള്ള സന്തോഷല്ലേ? അയാളുടെ കളഞ്ഞുപോയ ഒട്ടകം ഇങ്ങനെ യജമാനനെ തേടി വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന അനുഭൂതിയില്ലേ, ആ അനുഭൂതിയാണ് അള്ളാഹുവിന്റെ മുന്നിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു അടിമ പറയുമ്പോൾ അള്ളാഹ് അനുഭവിക്കുന്നത് എന്നാണ്. പടച്ചോൻ തന്ന ഭക്ഷണം കഴിച്ച്, പടച്ചോൻ തന്ന വായു ശ്വസിച്ച് പടച്ച റബ്ബിനോട് ധിക്കാരം ചെയ്യുന്ന വ്യക്തി അവൻ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അള്ളാഹുവിന്റെ സന്തോഷത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഖുർആൻ പറയുക. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, അക്രമം ചെയ്ത മനുഷ്യർ, മ്ലേച്ഛതകൾ ചെയ്ത മനുഷ്യർ, ഔ ളലമു അൻഫുസഹും, സ്വന്തത്തോട് തെറ്റ് ചെയ്ത മനുഷ്യർ, ദക്കറുല്ലാഹ്, അവർക്ക് അല്ലാഹുവിനെ ഓർമ്മ വന്നു. അവൻ ഈ വേണ്ടാത്തത് ചെയ്ത് രാത്രി ഇങ്ങനെ വേണ്ടാത്തതിൽ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അല്ലാഹുവിനെ ഓർമ്മ വന്നത്. അപ്പൊ എന്ത് ചെയ്തു? അവൻ പെട്ടെന്ന് അത് കൂട്ടിവെച്ച് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഇങ്ങനെ വർത്താനം പറയാണ്, മോശമായ രീതിയിൽ ഇടപെടുകയാണ്, അള്ളാഹുവിന് ഓർമ്മ വന്നു. അല്ലെങ്കിൽ അയാൾക്ക് പലിശയുമായി ബന്ധപ്പെട്ട മസ്അലയ്ക്ക് ബോധ്യപ്പെട്ടു, വലിയ പരിക്കുണ്ടായിരുന്നു രക്ഷപ്പെടാൻ, അല്ലെ? വലിയ പരിക്കുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു ഖുതുബയിൽ പറഞ്ഞിരുന്നു, ലക്ഷക്കണക്കിന് പിന്നെ 6,000 ബില്യൺ ഡോളേഴ്സിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളി ഇന്നലെ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തു. വൈകുന്നേരത്ത് 1 മണിക്കൂർ അയാള് പലിശയിൽ കുടുങ്ങിയവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ താഴെ വന്ന ആളുകൾ കമന്റ് ചെയ്തതിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ഇവനൊക്കെ യൂട്യൂബ് വരുമാനം പിന്നെ എന്ത് കിട്ടണം? അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് അരക്കാശ് യൂട്യൂബ് വരുമാനം എന്നേ അവർ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടെന്നല്ല, നമ്മളെ കൂട്ടായ്മ തന്നെ എടുത്തിട്ടില്ല കേട്ടോ. യൂട്യൂബ് വരുമാനത്തിന്റെ അവസ്ഥ എന്താണ്? ആളുകൾക്ക് പലിശയിൽ നിൽക്കണം, അതിനുള്ള ന്യായമാണ്. അവസാനം കെട്ടിത്തൂങ്ങി ചാകണേ 100 ഉദാഹരണം കണ്ടാലും മനുഷ്യന്മാർ ഇതൊന്നും പോരൂല, അല്ലെ? ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ആലോചിക്കുക. അപ്പോ ബില്യൺ ഡോളേഴ്സിന്റെ ബിസിനസ് ഉള്ളവർ അവര് സ്വകാര്യമായി യൂട്യൂബ് ഇതിൽ വരും, സൂമിൽ പ്ലാറ്റ്ഫോമിൽ വരും, അവരുടെ ബിസിനസ് ഫുള്ള് കേൾക്കും, എന്നിട്ട് വളരെ ലളിതമായ പരിഹാരം പറഞ്ഞു കൊടുക്കും. ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായി, ഇന്നും ഉണ്ടാകും. 5 മണി ഷാർപ്പിൽ തുടങ്ങും, 6 മണിക്ക് അവസാനം. അപ്പോ പലിശ ഉണ്ടെങ്കിൽ ആ പലിശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബിസിനസ് തന്ത്രങ്ങളുണ്ട്, എക്സ്പേർട്സ് ഉണ്ട്. ആ എക്സ്പേർട്സുമായിട്ട് ഇരിക്കണം. ഒരു കൺസൾട്ടിങ് ഫീ വാങ്ങാത്ത എക്സ്പേർട്സിനെ ഞാൻ തരാം. എന്താ സംഭവം എന്നറിയോ? കൺസൾട്ടിങ് ഫീ കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തിട്ട് തന്നെയാണ് അതിന്റെ പരിഹാരം ആലോചിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്താൽ കുറെ മനുഷ്യന്മാർ രക്ഷപ്പെടുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മുന്നോട്ട് വരികയാണ്. ഇതേപോലത്തെ ഖുതുബകളും പ്രസംഗങ്ങളും ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അതിലൊരു സ്കില്ലുണ്ട്, ഞാൻ റെഡിയാണ്, എനിക്ക് നിങ്ങൾ ആളെ തരൂ എന്ന് പറയുന്നവരെ എനിക്കറിയാം. ഈ റമദാനിൽ എൻ്റെ മുമ്പിൽ വന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കരുത്. പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇവിടെ പലിശന്റെ പൈസ കൊണ്ട് മുറി കൂട്ടാൻ നടക്കുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിച്ചേക്കണ്ട. അതൊക്കെ റയർ കേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെ? ഒരിക്കലും പലിശക്ക് പ്രോത്സാഹനം കിട്ടുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൂടാ. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഒരടിമ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹ് അത്രയും സന്തോഷം. ഒരടിമ അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോൾ
ഏറ്റവും മിനിമം 5 കാര്യം നമുക്ക് പഠിക്കുന്നു. 5 കാര്യം. ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടണേ 5 നേട്ടം. അസ്തഗ്ഫിറുല്ലാഹയുടെ മഹാ അത്ഭുതമാണ്. എന്താ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്? മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ സ്ഥിരപ്പെടുത്തി, അയാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അയാൾക്കുള്ള കുടുക്കുന്ന അയാളെ പടച്ചവൻ അത് വഴി കഴിച്ചില്ല. അയാൾ ഇങ്ങനെ കുടുങ്ങി കിടക്കായിരിക്കും. വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ഒപ്പ് ഇടണം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ഒപ്പ് കിട്ടണം, കുടുങ്ങി കിടക്കുക. ഒരൊറ്റ ഒപ്പ് മേളുടെ കോടികൾ അവിടെ കിടക്കുകയാണ്. എനിക്കൊരു പ്രവാസിനെ അറിയാം, എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അയാള് ഒരു ബിൽഡിംഗ് ചെലവാക്കി. അയാൾ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് പഞ്ചായത്തിന്റെ നിയമമാണ്, പിന്നെ നിയമം മുനിസിപ്പാലിറ്റിൻ്റെതായി. മുനിസിപ്പാലിറ്റി നിയമപ്രകാരം ബിൽഡിങ്ങിന് സാങ്ഷൻ കിട്ടൂല, അതിന് കുടുങ്ങി കിടക്കുകയാണ്. നമ്മുടെ ഭരണകൂടങ്ങളും നിയമനിർമ്മാണ സഭകളും അങ്ങനത്തെ ആളുകൾക്കൊന്നും മനുഷ്യരുടെ ഇത്തരം ചില ദുഃഖങ്ങൾ മനസ്സിലാവില്ല അല്ലേ? 100 കാര്യങ്ങൾക്ക് ഫയലുകൾക്ക് മേലെ ഒപ്പിട്ട് ഒരുപാട് ലാഭം കൊയ്യുന്നവരും നേടുന്നവരും ഒക്കെ ഉപയോഗിക്കുന്നവരും ഒരു വിധവാ പെൻഷന്റെ പേപ്പറിൽ ഒപ്പിടുന്നിടത്തും അങ്ങനത്തോടത്തൊക്കെ 100,000 പേപ്പറിന്റെ കാര്യങ്ങളായിരിക്കും. ഇത്തരം പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളൊന്ന് നല്ലോണം ആലോചിച്ചോളൂ. മനസ്സിലായില്ലേ? ഇത്തരം പോസ്റ്റുകളിൽ ഇരിക്കണമല്ലൊക്കെ നല്ലോണം ആലോചിച്ചോളൂ. ഇടണ്ട ഒപ്പിടാതിരുന്നാലും ഇടണ്ടാത്ത ഒപ്പിട്ടാലും ഒക്കെ നമ്മക്ക് സർക്കാരിനെയും വിജിലൻസിനെയും മാത്രമൊന്നുമല്ല പേടിക്കേണ്ടത്, ഈഡിനെയും ഐടിനെയും മാത്രമൊന്നുമല്ല പേടിക്കേണ്ടത്, റബ്ബിന്റെ കോടതിയും വിധിയും ഉണ്ട് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ഒരു നേട്ടം എന്താ? നമ്മൾ കുടുങ്ങിയൊരു കുടുക്കുന്നു പഠിച്ചോ, നമ്മളെ കഴിച്ചില്ല. ഇനിയോ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, മനസ്സിലൊരു ദുഃഖം ഉണ്ടാകും. എന്താ മനസ്സിലെ ദുഃഖം? വിവാഹപ്രായം എത്തിയിട്ട് കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുന്ന ഒരു മോളുണ്ടാകും, അതിൽ നിന്ന് അല്ലാഹു മോചനം തരും. അല്ലെങ്കിൽ ജന്മവൈകല്യമുള്ള ഒരു കുഞ്ഞുണ്ടാകും, ആ കുഞ്ഞിന്റെ സംരക്ഷണത്തെ കുറിച്ച് 1000 നൊമ്പരങ്ങൾ ഉണ്ടാകും അല്ലേ? അതൊരു പെൺകുട്ടിയാണെങ്കിൽ അത് കടുത്ത നൊമ്പരങ്ങളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോഴൊക്കെ ആഗ്രഹിക്കുക അതിൽ നിന്ന്, അതിനൊക്കെ ഒരു വഴി, ഒരു പോം വഴി, ഫറജ് എന്ന് പറഞ്ഞതാണ്. അതിൽ നിന്നൊരു പോം വഴി പഠിച്ചുണ്ടാക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ അല്ലാഹു തആല എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ പോവാന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു കച്ചവടം അപ്രതീക്ഷിതമായി അവനാണ് ക്ലിക്കാവും. അല്ലെങ്കിൽ ഒരാള് നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പഠിച്ചവനെ കടന്നു, അപ്പൊ ഒരാൾ കൊണ്ടുവന്നിട്ട് ഹദിയ തരികയാണ്, ഇതാ ഇതിങ്ങട്ടുള്ള, ആരും കാണാതെ ഒരു പൈസയും എടുത്ത് കൊണ്ടുവന്നിരുന്നു. വേഗം ആ പൈസ കടയിൽ കൊണ്ടുപോയി കടത്തിലേക്ക് ഇട്ടു അല്ലേ? കടത്തിലേക്ക് ഇട്ടു. അപ്പോ 3 നേട്ടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. മനോദുഃഖങ്ങളിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന കിട്ടുന്ന 3 നേട്ടങ്ങൾ ഒറ്റ പോയിന്റിൽ പറഞ്ഞു. ഇനി അടുത്തത് ഹൃദയവിശുദ്ധിയാണ്. ഇത് ഇന്നൽ മുഅ്മിൻ ഇദാ അദ്നബ ദംബൻ കാനത് ലഹു നുക്തതൻ സൗദാഉ ഫി ഖൽബിഹി, ഒരു വ്യക്തി ഒരു പാപം ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വീഴുന്നുണ്ട്. ഫഇൻ താബ, അവൻ തൗബ ചെയ്താൽ, വനസഗ, അവൻ അതിൽ നിന്ന് പിന്മാറിയാൽ, വസ്തഗ്ഫറ, അതിൽ നിന്ന് അവൻ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, സഖല മിൻഹ, ആ പുള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. ഇല്ലെങ്കിലോ ആ പുള്ളി കൂടി ഇങ്ങനെ വരും. അങ്ങനെ ഖുർആൻ പറഞ്ഞ കല്ലാ ബർറാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയം കറുത്തുപോയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. അവിടെ ഒരു സീല് വീഴും, പിന്നെ ഒന്നും മനസ്സിലാവില്ല. അതാണ് ഈ മനസ്സിലാകാത്ത അവസ്ഥ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാകാത്ത അവസ്ഥ, അതിൽ നിങ്ങളുടെ ഇറങ്ങാൻ കഴിയില്ല. അതിന് ഓരോ ന്യായങ്ങൾ തോന്നും. നമ്മൾ തന്നെ നമ്മളെ പറ്റി ആലോചിച്ച് നോക്ക്, വിഷയാധിഷ്ഠിതാണിത്. ചില കാര്യം ചില ആളുകൾക്ക് മനസ്സിലാവില്ല, എത്ര പറഞ്ഞു ആവർത്തിച്ച് അയാൾ കേട്ടിട്ടുണ്ടാവുക കാര്യം, പക്ഷെ അതിൽ നിന്ന് തിരുത്താനോ മാറാനോ ഒക്കെ പറ്റൂല. കാരണം പടച്ചവൻ ഒരു സീൽ അവിടെ കൊടുക്കും. എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടി എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നിയാൽ പിന്നെ അയാളോട് ഭയങ്കര ദേഷ്യമായിരിക്കും, അയാളോട് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇത്തരം പ്രകൃതമൊക്കെ എനിക്ക് ഉപദേശം വേണ്ട എന്നുള്ളൊരു മനസ്സുണ്ടാവും. എനിക്ക് ഉപദേശം വേണ്ട കേട്ടോ. ഇത് ചെറിയ പ്രായമുള്ള കുട്ടികളുടെ അടുത്താണ് ഇത് കൂടുതൽ ഉണ്ടാകുക. നിങ്ങളെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. അയാളെ ഉള്ളിൽ ഭയങ്കര ഒരു വിചാരം ഉണ്ടാവും, ഞാൻ 18 വയസ്സായ ആളാണ്. ഇത് എവിടുന്ന് കിട്ടണ കാര്യങ്ങള്? ഇപ്പൊ ഇത് ക്യാമ്പസുകളിലൊക്കെ ഇങ്ങനെ ചുമരിൽ എഴുതി വെക്കുകയാണ്, സദാചാരം പഠിക്കു പുറത്ത്, നിങ്ങൾ ഉപദേശം വേണ്ട അല്ലേ, ഞങ്ങളൊക്കെ സ്വതന്ത്ര പൗരന്മാരാണ് എന്നൊക്കെ വളരെ കൃത്യമായി ചില വിദ്യാർത്ഥി സംഘടനകൾ ഇത് സമൂഹത്തിൽ കുട്ടികളിൽ വളരെ ശക്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആലോചിച്ചും പറഞ്ഞും അങ്ങനെ ചുമരിൽ എഴുതിയത് ഹൃദയത്തിന്റെ ഭിത്തിയിലേക്ക് എടുത്താൽ മതി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കണേ. എനിക്ക് ഉപദേശം വേണ്ട, എനിക്ക് ആരും ഉപദേശം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്തെങ്കിലും നന്നാകും സുഹൃത്തുക്കളെ. ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന മിന്നാമിന്നിന്റെ വെട്ടമാണ് യഥാർത്ഥത്തിൽ ഉപദേശം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഹൃദയത്തിലേക്ക് എടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. അപ്പോ ഒരു വ്യക്തി പാപത്തിന് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ വീണ കറുത്ത കുത്തിനെ ഒഴിവാക്കുന്നതാണ്.
ഇനി മറ്റൊന്ന്, ദുനിയാവിലെ വിഭവങ്ങൾ ലഭിക്കാൻ, ദുനിയാവിന്റെ ആസ്വാദനം ലഭിക്കാൻ, വൈനിസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തി, സുമ്മ തൂബു ഇലൈഹി, പിന്നെ നിങ്ങൾ അവനോട് തൗബ ചെയ്തു, യുമത്തിഉക്കും മതാഅൻ ഹസന, അല്ലാഹു നിങ്ങൾക്ക് വിഭവസമൃദ്ധമായ അവസ്ഥ നിങ്ങളുടെ വീട്ടിൽ തരും, ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത കാലം വരെ, നിങ്ങളുടെ ഒരു നിശ്ചിത കാലം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരും. വയുതി കുല്ലദി ഫദ്ലിൻ ഫദ്ല, അവന് എല്ലാ തരത്തിലുള്ള ആദരവുകളും ശ്രേഷ്ഠതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വകവെച്ചു കൊടുക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ നമ്മൾ അസ്തഗ്ഫിറുള്ള അങ്ങനെ പറയുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയൊക്കെ അസ്തഗ്ഫിറുള്ള പറയുന്നുണ്ട്. ആ അസ്തഗ്ഫിറുള്ള പറയുമ്പോൾ എപ്പോഴെങ്കിലും പഠിച്ചോനെ പുറത്തു തരണേ എന്ന് പറയുമ്പോൾ, അതൂബു ഇലൈക്ക് എന്ന് പറയുമ്പോൾ, അസ്തഗ്ഫിറുള്ള എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം നമ്മളെ മനസ്സിൽ നിയത്താക്കിയിട്ടുണ്ടോ? ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ നിയത്താക്കിയിട്ടുണ്ടോ? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മറ്റൊരു കാര്യം, മഴയും മറ്റു അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ്. മഴയല്ലാതെ ഇടങ്ങാറാണ് നമ്മൾ. ഒരു നോമ്പാകുമ്പോഴെങ്കിലും ഒരു മഴ കിട്ടും അല്ലെ? എൻ്റെ ഒരു സഹപ്രവർത്തക ഉണ്ട്, അവര് ഒരു മുസ്ലിം അല്ല. അവര് പറയും മഴ എന്തായാലും പെയ്യും, എന്താ നോമ്പാണ്, മഴ എന്തായാലും പെയ്യും നോമ്പാണെന്നാണ് അല്ലേ? പണ്ടൊരു കുട്ടിയുടെ ഉദാഹരണം പറയലുണ്ട്. പള്ളിയിൽ നിന്ന് ഇമാം പ്രാർത്ഥന കൊണ്ട് ആഹ്വാനം ചെയ്തു, അങ്ങനെ നിസ്കാരത്തിന് ദിവസം പ്രഖ്യാപിച്ചു. ഏത്? മഴ തേടിയുള്ള നിസ്കാരത്തിന്. ചെറിയൊരു കുട്ടി മാത്രം ഒരു കൊട എടുത്തിട്ട് പോകുന്നു, വേറെ ആരും കൊട എടുത്തില്ല. കുഞ്ഞിന്റെ ഉള്ളിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ആ കുഞ്ഞിന്റെ ഉള്ളിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, മഴ പെയ്യും. നമുക്ക് പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചാലേ കിട്ടുള്ളൂ. ചെറിയൊരു കുട്ടി, എല്ലാവരും കുട്ടീനെ എന്തേച്ച് കൊട എടുത്തുന്ന് ചോദിച്ചു. അപ്പോ പള്ളിയിലെ ഇമാമിന്റെ ഖുതുബക്കിടയിൽ കുട്ടി കേട്ട വാചകങ്ങളിൽ നിന്ന് അവൻ ഉൾക്കൊണ്ട സാരാംശമാണിത്. അങ്ങനെ ഉണ്ടല്ലോ, കൊട എടുക്കണം എന്ന് ഇമാമ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഉപദേശങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു സാധനമാണത്. ഏത് ഉപദേശങ്ങളിൽ നിന്നും നമ്മുടെ ജീവിത പരിസരത്തേക്ക് കിട്ടേണ്ട ഒരു വലിയ തത്വമുണ്ട്. ആ തത്വമാണ് ആ കൊടയെടുത്തതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറയാണ്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹ് പരമാവധി പൊറുക്കണവനാണ്, എന്ത് തെറ്റും പടച്ചോൻ പുറത്തു തരും, പൊറുക്കാത്തൊരു തെറ്റുമില്ല, പടച്ചോൻ പുറത്തു തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. അപ്പോഴോ യുർസിലു സമാ അലൈക്കും മിദ്റാറ, ആകാശം നിങ്ങൾക്ക് മേൽ മഴയായി വർഷിക്കും, വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്ത് തരും, നിങ്ങൾക്ക് മക്കളെ തരും, വയജ്അൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങളുടെ നദികളൊക്കെ ഒഴുകും. ഇതിന്റെ തഫ്സീർ കാണാം. 3 വർഷം തുടർച്ചയായി നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ നാട്ടിൽ ഒരു സ്ത്രീയും പ്രസവിച്ചില്ല, ഒരു തുള്ളി മഴ പെയ്തില്ല, നദികളൊക്കെ വറ്റിപ്പോയി, കിണറുകളൊക്കെ വറ്റിപ്പോയി. ആ ജനത കുടുങ്ങിയപ്പോ അവരോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവോട് തേടുന്ന, അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ജനതയായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യണം. അള്ളാഹു നമുക്ക് അനുഗ്രഹത്തിന്റെ മഴവർഷത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാണികളും പുഴുക്കളും കീടങ്ങളും അടക്കം എല്ലാവരും പ്രതിസന്ധിയിലാണ്. കുഞ്ഞുങ്ങൾ അവർ കരണ്ടൊന്നു പോകുമ്പോഴേക്ക് ആർത്ത് നിലവിളിക്കണം, അള്ളാഹുവേ നോമ്പ് നോറ്റ് ഈ വെള്ളിയാഴ്ച ദിവസം, റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച, ഞങ്ങൾ നിന്റെ മുമ്പിൽ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് നാഥ, മഴ ആഗ്രഹിക്കുന്ന, മഴ ആവശ്യമുള്ള മുഴുവൻ ഇടങ്ങളിലേക്കും ഈ വിശുദ്ധ റമളാൻ തീരും മുമ്പ് ഞങ്ങൾക്ക് നീ അനുഗ്രഹത്തിന്റെ മഴവർഷത്തെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ വെള്ളം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ചൂടിന്റെ കാഠിന്യത്തിൽ ബെഡിൽ അവലംബികളായി കിടക്കുന്ന, ഒന്ന് തിരിയാനും അറിയാനും കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്, അവർക്ക് നീ ആശ്വാസത്തിന്റെ മഴവർഷത്തെ കൊടുക്കണേ റഹ്മാനെ. പ്രാണികൾക്കും പുഴുക്കൾക്കും കുഞ്ഞുങ്ങൾക്കും മനുഷ്യർക്ക് സർവർക്കും വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ മഴവർഷത്തെ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം തുടരുക. നോക്കൂ നിങ്ങൾ, ഇനി മറ്റൊരു നേട്ടം എന്താ? ശിക്ഷകളിൽ നിന്നുള്ള മോചനാണ്. അള്ളാഹു പറഞ്ഞു, ഫകുല്ലൻ അഖദനാഹു ബിദബ്ബിഹി, ഓരോരുത്തരെയും അവന്റെ പാപത്തിന്റെ അടിസ്ഥാനത്തിൽ പടച്ചോൻ പിടിക്കും. ഫമിൻഹും മൻ അർസൽനാ അലൈഹിം ഹാസിബ, ചില ആളുകൾക്ക് അള്ളാഹു വലിയ കാറ്റുകളെ കൊടുത്തു, ചില ആളുകൾക്ക് വലിയ ഘോരമായ ശബ്ദങ്ങളെ കൊടുത്തു, ചില ആളുകളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു, ചില ആളുകളെ മുക്കിക്കൊന്നു. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരെ ആക്രമിക്കാൻ ചെയ്തതല്ല, മറിച്ച് ഭൂമിയുടെ ബാലൻസിങ്ങിന് വേണ്ടി അവന്റെ നീതി നിർവഹിച്ചതാണ്. അല്ലെ? ഞാൻ വിശദീകരിച്ച് പറയണ്ട. അപ്പോ പാപം ഒരു ജനതയിൽ വർദ്ധിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. വ്യക്തിക്കുണ്ടാകാം, സമൂഹത്തിനുണ്ടാകാം. പടച്ചോന്റെ പിടുത്തം വരും. അഹങ്കാരത്തോടെ, അഹംഭാവത്തോടെ, ഞാനെന്ന ഭാവത്തോടെ നടന്ന ഒരാളെ ഭൂമി ആഴ്ത്തിക്കളഞ്ഞ കാര്യം പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മളുടെ പാപങ്ങൾ, വ്യക്തികളുമായി ബന്ധപ്പെട്ട പാപങ്ങൾ, പ്രത്യേകിച്ചും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട പാപങ്ങൾ, അവരുമായുള്ള ഇടപെടലുകളിലെ പ്രശ്നങ്ങൾ, അല്ലെ, അനാഥരെ കൈകാര്യം ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങൾ, ദരിദ്രന്മാരെ കൈകാര്യം ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങൾ, പട്ടിണിപ്പാവങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങൾ,
ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ നിലപാടുകൾ, ഇതൊക്കെ വലിയ കുറ്റമാണ്. ആ പാപങ്ങൾ അതിൽ നിന്നുള്ള ആ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് എന്നാണ് മഹാനായ അബൂ മൂസ അശ്ശരി പറയുന്നത്. അമാനാനിക്കാന അല ഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കാലത്ത് 2 സുരക്ഷിതത്വങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. ഒരു ജനത എന്നുള്ളവർക്ക് മൊത്തം ശിക്ഷ വരാതിരിക്കാൻ 2 സുരക്ഷിതത്വങ്ങൾ. അതിലൊന്ന് ഒമാക്കാൻ അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം. റസൂലുള്ള ജീവിക്കുന്ന ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കൂല. ഒന്നിച്ച് ഒരു പ്രവാചകൻ ജീവിക്കുന്ന ഒരു ജനതയെ ആഴ്ത്തിക്കളയൂല. ഒന്നാഴ്ച എല്ലാവരും കൂടി മഹാരോഗം കൊടുത്ത് അവരെ കൊന്നുകളയൂല. അപ്പോൾ ഒരു സുരക്ഷിതത്വം അത് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ബൈന ഹിജ്രി വനഹരി, എന്റെ മടിത്തട്ടിനും നെഞ്ചിൻ കൂട്ടിനും ഇടയിൽ കിടന്നുകൊണ്ട് ഇല റഫീഖിൽ അഅല, ഉന്നതങ്ങളിലെ റബ്ബിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ റസൂൽ വഫാത്തായി. അതോടുകൂടെ ഒരു സുരക്ഷിതത്വം പോയി. ഇനി ഒരു സുരക്ഷിതത്വത്തിന്റെ കവചവും കൂടി ബാക്കിയുണ്ട്. അതെന്താണ്? വമാകാന അല്ലാഹു ലിയുഅദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു ജനതയായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പാപം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമോ എന്നുള്ള ആശങ്ക കൊണ്ട് അതിലേറെ വലിയ പാപത്തിലേക്കാണ് മനുഷ്യന്മാർ പോണത്. നേരിട്ട് ചോദിച്ചാൽ പടച്ചോൻ തരൂല എന്നാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് സൂറത്തു സുമറിന്റെ 39-ാമത്തെ സൂറത്തിന്റെ 53-ാമത്തെ ആയത്തിൽ, തുല്യ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് അങ്ങ് പറയുക നബിയെ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. എന്റെ അടിമകൾ അങ്ങ് വിളിച്ച് പറയാം. എന്നിട്ട് പറഞ്ഞു വലൗ അതാനി ബിഖുറാബിൽ അർളി ഖതായ വലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഒരു താഴ്വാരം മുഴുവൻ തിന്മയുമായി വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കത് നന്മയാക്കി കൊടുക്കും. മുബാറക് ഫൂരി പറയുന്നുണ്ട്, വ്യക്തി തൗഹീദുള്ളവനായി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, പ്രാർത്ഥന അവരോട് മാത്രമേ ഉള്ളൂ, ഏലസുറുക്ക് ഐക്കല്ല് പരിപാടികളൊന്നുമില്ല. ഇങ്ങനെ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചൊരു വ്യക്തി പാപിയായി ചെന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപത്തിന്റെ കാലം അവനെ നരകത്തിലിട്ട് പിന്നീട് അവന് മോചനം കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം തന്നെയും അവന് പുറത്തു കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മുബാറക് ഫൂരി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ ഒറ്റ ദിക്ർ എടുത്ത് നോക്ക്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം അതൂബു ഇലൈഹി എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ, ഇതിലെല്ലാ വാക്കും നമുക്ക് അറിയണ വാക്കാണ് അല്ലേ? ഒരു വ്യക്തി പറയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗുഫറത് ദുനൂബുഹു, അവന്റെ പാപം പൊറുക്കും. വൈൻ കാന ഖദ് ഫറ മിന സഹ്ഫി, അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആളാണെങ്കിൽ പോലും. അപ്പൊ പാപം പൊറുക്കാൻ മഹാസംഭവമൊന്നുമില്ല, മനസ്സിന്റെ നിലപാടാണ് പാപം പൊറുക്കൽ. പടച്ചവനോട് പറഞ്ഞ പടച്ച റബ്ബ് പാപങ്ങൾ നമുക്ക് പുറത്തു തരും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ കാര്യങ്ങളാണ് പാപം പൊറുക്കാൻ വേണ്ടി ചെയ്യുക? റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഒരു 5-6 മിനിറ്റ് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്. ഒന്ന്, ഇസ്തിഗ്ഫാർ പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ, 70-ലധികം തവണ, മറ്റൊരു ഹദീസിലുള്ള 100-ലധികം തവണ ഒരു ദിവസം പ്രവാചകൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര വട്ടാ പറയണേ? ആ പറയണത് തന്നെ എത്ര മനസാന്നിധ്യത്തോടെയാണ് പറയുന്നത്. ഞാനിപ്പോ 5 പുണ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 9 കാര്യങ്ങൾ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹയുടെ 9 നേട്ടങ്ങൾ ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു. 5 നിർത്താന്ന് വിചാരിച്ച് ഒരു 3-4 കൂടി ഞാൻ കൂടുതൽ പറഞ്ഞു അല്ലേ? അങ്ങനെ നമ്മൾ ഏതെങ്കിലും വിചാരിച്ചിട്ടാണോ ചെയ്യുന്നത്? അപ്പൊ ആ വിചാരത്തോടു കൂടെ അസ്തഗ്ഫിറുല്ലാഹ് പടച്ചവനോട് എടുത്ത് പറയാം, ആവർത്തിച്ച് അല്ലാഹുവേ എനിക്ക് പുറത്തു കൊണ്ട. വെറും അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്കിലുപരി ആ പാപം എടുത്തു പറയാം. 2 നമസ്കാരമാണ്. സ്വലാത്തുൽ ഖംസ് വൽ ജുമുഅത്തി ഇലാ ജുമുഅ കഫാറത്തു ലിമാ ബൈനഹുന്ന മാ ലം തുഅതിൽ ഖബായിർ. എന്താണ്? ഒരു ജുമുഅ മുതൽ ഒരു ജുമുഅ വരെ, ഒരു ജുമുഅക്ക് ഒരാൾ വന്നു, അടുത്ത ജുമുഅക്ക് വന്നു എങ്കിൽ അതിന്റെ ഇടയിലുള്ളതൊക്കെ പടച്ചവൻ പുറത്തു കൊടുക്കും. അയാൾ വൻപാപങ്ങൾ ചെയ്ത ആളാകാൻ പാടില്ല, അസ്സബഉൽ മുബിഖാത്ത് ചെയ്ത ആളാകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെയുള്ള പാപം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടായിട്ട് എന്താ പാപം പുറത്തു കിട്ടാത്തത്? ഒന്ന്, അങ്ങനത്തെ ഒരു ബോധ്യം അവിടെ അല്ല. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് പോണതിൻ്റെ ഇടയ്ക്ക് എത്ര വട്ടം നമ്മൾ ഓർക്കലുണ്ട്, പടച്ചോനെ ദുഹർ നിസ്കരിച്ചു, അസർ നിസ്കരിക്കാൻ പള്ളിയിൽ കയറുകയാണ്, ഇതിൻ്റെ അടിയിലുള്ളത് എനിക്ക് പുറത്തിറങ്ങി നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരലുണ്ടോ സുഹൃത്തുക്കളെ? അത് തന്നെയാണ് തകരാറ്. ഇനി നിങ്ങൾ നോക്കൂ, നമസ്കാരം, 2 റക്അത്ത് നമസ്കാരം. മാമിൻ അബ്ദി യദ്നബു ദംബൻ
ഒരു വ്യക്തി ഒരു പാപം ചെയ്തു അല്ലേ, വേണ്ടാത്ത ഇങ്ങനെ കണ്ടിരിക്കുകയാണ്, 12 മണി പെട്ടെന്ന് ഓർമ്മ വന്നു, അയാൾ എന്ത് ചെയ്തു, 2 റക്അത്ത് ഒളു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പിന്നെ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തി. പടച്ചോൻ പുറത്തു കൊടുത്തിരിക്കും, പടച്ചോൻ പുറത്തു കൊടുത്തിരിക്കും. പടച്ചോൻ ഗഫാറാണ്, അങ്ങേയറ്റം പൊറുക്കണവനാണ്. പടച്ചോന്റെ പൊറുക്കല് കിട്ടാന് ഒരിക്കലും പ്രവാചകനോട് ചോദിക്കേണ്ട കാര്യമല്ല അല്ലേ. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രാർത്ഥിക്കാണ്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് ഈ മാലക്കും മൗലൂദിനൊക്കെ ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പം. ഇതേപോലെ നമുക്ക് അർത്ഥറിയാത്ത കുറച്ച് വാചകങ്ങൾ അതിലുണ്ട്. ഞാൻ പാപങ്ങളുടെ വാഹനത്തിൽ കയറിയിരിക്കുന്നു നബിയെ, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ്, എണ്ണമറ്റതാണത്. ലക അഷ്കു ഫീഹി യാ, ആ പാപത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ എന്താണ് ശക്കാവത്തിന് വെക്കുകയാണ്, ഞാൻ നിങ്ങളോട് പാപമോചനം തേടുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പരാതി ബോധിപ്പിക്കുകയാണെന്നാണ് ഈ വാചകം. ഇത് കടുത്തതാണ്. ഇതൊരു ഒരു വിശ്വാസിയുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന അത് ചെറിയ കാര്യമല്ല. അത് ഏത് ഫാസിസ്റ്റ് കാലത്തും ലോകത്തോട് ഉറക്കെ പറയേണ്ടതാണ്. കാരണം ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്തവരെ പ്രതിഷ്ഠിച്ച ഒരു ജനതയെ അള്ളാഹു സഹായിക്കൂല. അള്ളാഹിന്റെ സഹായം കിട്ടാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ മാനദണ്ഡം അഅ്ബുദൂനനി, അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാകുക എന്നുള്ളതാണ്. അപ്പോ ഒന്നാമത്തെ പരിഹാരം അതാണ്. ബാക്കി നമ്മൾ ചെയ്യുന്നതൊക്കെ ബാക്കി ചെയ്യേണ്ട പരിഹാരങ്ങളാണ്, യാതൊരു സംശയമല്ല കേട്ടോ. അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സ്വതക്കയാണ്. ഇന്ന സ്വതക്കത്തെ സിർരി തുത്ഫിഉ ഗളബർ റബ്ബി തബാറക വതആല. സ്വകാര്യമായി ചെയ്യുന്ന സ്വതക്കകൾ. ഒരു പ്രധാന സ്വതക്കയെ കുറിച്ച് ഞാൻ പറയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ പള്ളിയിൽ സ്ഥലപരിമിതി നല്ലോണം ഉണ്ട് അല്ലേ. വളരെ അപൂർവ വെള്ളിയാഴ്ചകളിൽ മാത്രമേ സ്വസ്ഥമായിട്ട് ആളുകൾ ഇരിക്കണം, നിസ്കരിക്കേണ്ട ഒരു അവസ്ഥയുള്ളൂ. പല ആളുകളും പള്ളിയിൽ എത്താത്തത് തന്നെ സ്വഫ് കിട്ടുമോ എന്ന് പേടിച്ചിട്ട്. എൻ്റെ അടുത്ത് അങ്ങനെ പങ്കുവെച്ച ആളുകൾ എനിക്കറിയാം. അപ്പൊ നമുക്ക് പള്ളി വികസിപ്പിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ അതിന് നമുക്ക് തൊട്ടുമുകളിലേക്ക് എടുക്കാൻ ഏകദേശം ഒരു 25 ലക്ഷം റുപ്യന്റെ അറൗണ്ട് ചെലവായിരിക്കും വേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്നുള്ളതൊക്കെ കൃത്യമായി കണക്കൂട്ടി നമ്മൾ പറയും. ഞാനിപ്പോൾ പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്വതക്ക കൊടുക്കണമെന്ന് റമളാനിൽ നിയ്യത്താക്കുന്നതിന്, അതും റമളാനിലെ വെള്ളിയാഴ്ച നിയ്യത്താക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. നമുക്ക് 2, 3, 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതുപോലത്തെ ഒരു പ്രക്രിയക്ക് ചിലപ്പോൾ നമ്മൾ കിടക്കുക. കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കാര്യം ചെയ്യൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മദ്രസ ഈ പള്ളിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഈ കാർപ്പറ്റ് കേടുവരുമോ എന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞു, കാർപ്പറ്റ് കേടെന്നാലും കുട്ടികൾ കേടരുണ്ട്, നമുക്ക് മദ്രസ തുടങ്ങാം. അങ്ങനെ തുടങ്ങി അല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കാർപ്പറ്റ് കേടെന്ന പൈസ ഞാൻ തരട്ടോ. അയാൾ കാർപ്പറ്റിലേക്ക് വിചാരിച്ച പൈസ, കാർപ്പറ്റിന്റെ പൈസ കഴിഞ്ഞപ്പോൾ അത് ക്ലോസ് ആയി. കാർപ്പറ്റിന് വേണ്ടി ക്യാഷ് പിരിക്കുമ്പോൾ അതിന്റെ കാര്യം കഴിഞ്ഞാൽ ക്ലോസ് ആക്കും. പിന്നെ നമ്മൾ ആളുകളെടുത്ത് നിന്ന് വാങ്ങിയിട്ട് അത് വേറെ കാര്യത്തിന് ഉപയോഗിക്കില്ല. ഈദ് ഗിസ്വന്റെ പൈസ ആയിട്ട് പലരും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഈദ് ഗിസ്വ ക്ലോസ് ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ തൽക്കാലം പറഞ്ഞത്. ഇനി ബലിപെരുന്നാളിന് നോക്കാം. കാരണം നമ്മൾ ടോക്കണൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇനി ബലിപെരുന്നാളിലേക്ക് നമുക്ക് നോക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ഈദ് ഗിസ്വന്റെ പൈസ എടുത്തിട്ട് ഇമാമിന് ശമ്പളം കൊടുക്കുക, അത് പറ്റൂല. അത് ഇസ്ലാമല്ല. ഇമാമിന് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ അതൊരിക്കലും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യാണ്, ഇതിന്റെ മുകളിൽ നമുക്ക് നിസ്കാരത്തിന് സൗകര്യം വേണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു 50 മുതൽ 100 വരെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. സക്കാത്ത് സെല്ല് നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. മദ്രസ നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ റമദാനിലെ എല്ലാ ശനിയാഴ്ചകളിലും ക്ലാസ് 1.5 മണിക്കൂർ പഠന സെഷൻ നടക്കുന്നുണ്ട്. 100ന്റെ അടുത്ത ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ദീനീ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഉപദേശങ്ങളിൽ മലയാളത്തിൽ ഖുതുബ നടക്കുന്ന പള്ളികളിൽ ആദ്യമായി പങ്കെടുക്കുന്നവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷ ആളുകൾ. അതുകൊണ്ട് ഇതിനില്ല, ഓൺലൈനിലും എന്നെ കേൾക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാണ്, ഇതിൽ ഖൈറുണ്ടാകും. നിങ്ങളുടെ സ്വത്തിന്റെ ഒരു ഓഹരി ഈ ഒരു കാര്യത്തിലേക്ക് നിയ്യത്താക്കണമെന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം ഉത്ബോധിപ്പിക്കുകയാണ്. അത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. മറ്റൊന്ന്, വിശ്വാസികൾ പരസ്പരം പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. നമ്മളിങ്ങനെ വേറൊരാളെയും കൂടി മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക, അയാൾക്ക് പുറത്തു കിട്ടണേന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. വല്ലദീന യഖൂലുന റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ. മരിച്ചുപോയ വിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പരസ്പരം ഉള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മയ്യിത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന അല്ലെ. മയ്യിത്ത് നിസ്കാരത്തിന് പോയി അവിടെ പോയി കണ്ടുപോരുക എന്നുള്ളതല്ല. കണ്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമല്ല, മനസ്സിലായില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമല്ല. നമ്മൾ അവിടെ പോയി നിസ്കരിക്കലാണ് പ്രധാനം. ആര് മരിച്ചാലും അതിലൂടെ ആ വ്യക്തിക്ക് ഒരു ഗുണം കിട്ടുന്നുണ്ട്, നമുക്ക് അതിലേറെ വലിയൊരു ഗുണം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അയാൾക്ക് കടമുണ്ടെങ്കിൽ ആ കടം ഏറ്റെടുത്ത് അത് വീട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഒരു വെറും വർത്താനല്ല, ആത്മാർത്ഥമായി ആ കടം ഏറ്റെടുക്കുക. അപ്പോ ഒരാളെ പേരിങ്ങനെ അനൗൺസ് ചെയ്യാണ്,
ആ അനൗൺസ് ചെയ്യുന്ന ആൾക്ക് ഈ കടം വീട്ടാൻ കഴിയില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 6 മാസം മുമ്പാണ് ഒരു ജനാസി പങ്കെടുത്തത്. എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി മരിച്ചു, ഒരു കുട്ടിയുടെ ഉപ്പ മരിച്ചിരുന്നു. ഇപ്പോൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. പെട്ടെന്നൊരു ദിവസം അയാൾ മരിച്ചു, കിഡ്നി രോഗിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഖത്തീബ് പറഞ്ഞു, പിന്നെ ഞാനും ഇന്ന ആളും കൂടി ആ കട ഏറ്റെടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം തോന്നി. ആ നിമിഷത്തിൽ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, ആർക്കെങ്കിലും അതിലേക്ക് പൈസ തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നേരി എന്ന് പറഞ്ഞപ്പോ ഒന്നിച്ച് ആളുകൾ പോയി പൈസ കൊടുക്കുന്നത് കണ്ടത് വല്ലാത്തൊരു കുളിരായിട്ട് തോന്നി എനിക്ക്. എന്താ, 7ാം ക്ലാസ്സിൽ പഠിക്കണ മോന്റെ പേര് പറഞ്ഞിട്ട് ആളുകൾക്ക് വേണമെങ്കിൽ തടി തപ്പ. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം, സമുദായം ആലോചിക്കണം. സമുദായത്തിന് കിഡ്നി രോഗിയുടെ കാര്യത്തിൽ സഹായിക്കുന്ന ഒരു മനസ്സുണ്ട്, റബ്ബ് നിലനിർത്തുമാറാകട്ടെ. ഒരാൾക്ക് പ്രശ്നം വന്ന ചങ്ക് പറിച്ചു കൊടുക്കും നമ്മൾ, ആ മനസ്സ് ഇനിയും നിലനിൽക്കട്ടെ. അതോടൊപ്പം അവന്റെ കടങ്ങളെ നമ്മൾ കാണണം, കടങ്ങളിൽ പോയി കുടുങ്ങുന്നത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരാൾ രക്തസാക്ഷിയായി വീണ്ടും രക്തസാക്ഷിയായി എന്നിട്ട് റബ്ബിന്റെ അടുത്തേക്ക് ചെന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിന്റെ കാര്യം ഷഹീദിന് പോലും വിട്ടുകൊടുക്കൂല എന്നാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ, ഫോണ് പിന്നി മാറ്റുക, അല്ലെ, വണ്ടി പിന്നി മാറ്റുക, കടത്തിന്റെ മേലെ കടാക്കുക, അങ്ങനത്തെ ഒരു സംഗതിക്ക് നമ്മൾ പോകരുത്. ബിസിനസ് വേണം, പഠിച്ചിട്ട് ബിസിനസ് ഇറങ്ങണം, അതിന്റെ എല്ലാ വശവും പഠിച്ചിട്ട് അതിൽ പലിശന്റെ എന്തെങ്കിലും ഭാഗം വരുന്നുണ്ടോ നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് സൂക്ഷ്മതയോട് കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് റമദാൻ ഒരുപക്ഷെ 29 ആയിരിക്കും, അല്ലെങ്കിൽ 30 ആയിരിക്കും. 30 നോമ്പും പൂർണ്ണമായി കിട്ടട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു കുളിരുണ്ട്, ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. നിസ്കാരങ്ങളൊക്കെ നിരന്തരം തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്, അവർ നിസ്കാരം ശരിയാക്കാൻ തീരുമാനം എടുക്കുക. അതേപോലെ വിശുദ്ധ ഖുർആൻ പാരായണം അടക്കമുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമുക്ക് ഈദ്ഗാഹ് ഉണ്ട്. എല്ലാ വർഷവും നടക്കുന്ന PPK കോംപ്ലക്സിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇത് ഇൻഷാ അല്ലാഹ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് തരുന്ന വ്യക്തിക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറിയ കാര്യമൊന്നുമല്ല, അവിടെ നമുക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്ത് തരാറുള്ളത് വലിയ കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് അവിടെ കടയിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പലരും ഇവിടെ ഉള്ളവർ തന്നെയാണ്. അവർക്ക് ആ ഒരു ദിവസം നമ്മൾ ക്രമീകരിക്കുന്ന സമയത്തൊക്കെ നമ്മളെടുത്ത് വളരെ പ്രോത്സാഹിപ്പിക്കലാണ്. അവരുടെ കട പരമാവധി അടക്കാനുള്ള ഒരു ടൈം നമ്മൾ എടുക്കലുണ്ട്. ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട്, അള്ളാഹു അവരുടെ സമ്പാദ്യത്തിലും മക്കളിലും ഒക്കെ അതിൻ്റെ ഒരു അനുഗ്രഹം, ആ ഒരു സമ്മതത്തിന്റെ അനുഗ്രഹം ആ വ്യക്തിക്കും അവിടെയുള്ള കടയിലെ ആളുകൾക്കൊക്കെ അള്ളാഹു വകവെച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, 7:15 നമ്മൾ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരാളുടെ സൗകര്യം പരിഗണിച്ചാണ്. നല്ല ചൂടുള്ള വെയിലാണ്. അപ്പം 7:15 ഒന്ന് കൃത്യമായി കീപ്പ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. വുളൂ ചെയ്ത് മുസല്ലി എടുത്തിട്ട് വരിക. നമ്മളെന്തൊക്കെ സൗകര്യം ഉണ്ടാക്കിയാൽ ആ സൗകര്യം നമ്മൾ കൊണ്ടുവരുന്ന മുസല്ലിൻ്റെ അത്ര ഒക്കൂല. അപ്പോൾ മുസല്ലിയും കൂടി എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് വരിക. നമുക്ക് അറിയണ പോലെ ഭക്ഷണം കഴിച്ചാണ് ഈ ഈദുൽ ഫിത്തറിന് വരേണ്ടത്. ഭക്ഷണം ഒഴിവാക്കിയാണ് ഈദുൽ അദ്ഹക്ക് പോകേണ്ടത്. ഒരു വഴി കൂടെ വരുന്നു, വേറൊരു വഴി കൂടെ പോകുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി അപ്പുറത്തു കൂടെ കയറിയാലും അതാ സുന്നത്തെടുക്കാൻ. പുരുഷന്മാർ സുഗന്ധം പുരട്ടിയാണ് വരേണ്ടത്. പുതിയ വസ്ത്രം എന്തായാലും എടുക്കണം. പുതിയൊരു വസ്ത്രം, ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ മാറ്റിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സാധിക്കുന്ന ആളുകൾക്ക് ഒരു പുത്തൻ വസ്ത്രത്തിന്റെ സുന്നത്ത് പരമാവധി പാലിക്കാൻ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഹൈലുള്ള സ്ത്രീകൾക്കടക്കം പ്രവാചകൻ കൽപ്പിച്ചു, ഞങ്ങളോട് ഹൈലുള്ളവരെയും അതുപോലെ തന്നെ കന്യകകളെയും ഒക്കെ അവരുടെ കുടിലുകളിൽ നിന്ന് വിളിച്ചൊണ്ടുവരാൻ പ്രവാചകൻ പറഞ്ഞിരുന്നു. അവർക്ക് ധരിക്കാൻ ജിൽബാബില്ലെങ്കിൽ അയൽക്കാരിന്റെ ജിൽബാബ് കടം വാങ്ങി വരട്ടെ എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആരും പേടിക്കേണ്ട, പഠിച്ചവനല്ലാതെ കേട്ടോ. നമ്മളെ പെണ്ണുങ്ങളെയും കൊണ്ട് വന്നാൽ ഇവിടെ ഒന്നും സംഭവിക്കൂല. ചില ആൾക്കാർക്കൊക്കെ പല ജാതി ഭയങ്ങളാണ്, കുറഞ്ഞു വന്നിട്ടുണ്ട് അത്. എന്നാൽ പോലും പല ആളുകൾക്കും പല ഭയമാണ്. നമ്മളെ മയ്യത്ത് മറവിയായിരിക്കൊന്നുമില്ല, ഇത് നമ്മളെ നാടാണ്, അങ്ങനത്തെ ബേജാറിന്റെ ആവശ്യമില്ല. നമ്മളെ കുട്ടിന്റെ നിക്കാഹ് മുടങ്ങുന്നില്ല. അങ്ങനത്തെ വംശീയതയും വർഗീയതയും കാണിക്കണവരല്ല നമ്മളെ നാട്, നമ്മളെ മഹല്ലൊന്നും. ഞാണെങ്കിൽ തന്നെ അത് നടക്കൂല. അത്രേ ഉള്ളൂ, ഒറ്റ വാചകം എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരിക്കലുമല്ല ആയിട്ടില്ല, ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണവരും പറയണവരുമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മളെ കുടുംബത്തെയും മക്കളെയൊക്കെ കൂട്ടുക. പലപ്പോഴും സഹോദരിമാരോട് വരുന്നുണ്ട്, ഭർത്താക്കന്മാർ വരാത്തവരുണ്ട്. അവരെ വിളിക്കങ്ങൾ വളരെ സ്നേഹപൂർവ്വം വിളിക്കുക. അതിൻ്റെ പേരിൽ ഒരു കലഹത്തുക്കും കാര്യത്തുക്കൊന്നും പോകണ്ട. പക്ഷേ സ്നേഹപൂർവ്വം അവരെ നമ്മൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള കാര്യം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എല്ലാവരെയും പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. പ്രാർത്ഥനയിൽ എല്ലാവരും പരസ്പരം ഉൾപ്പെടുത്തണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു ഓട്ടിസം രോഗിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഖുത്ബ കേട്ടൊരാൾ ആ രോഗിയുടെ ചെലവ്, അവരുടെ മരുന്നിന്റെ ചെലവ് അയാൾ വഹിച്ചതായുള്ളൊരു സന്തോഷം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സാധനങ്ങൾ അതിൻ്റെയൊക്കെ ഓഹരി നമുക്കും കിട്ടും. ഈ പള്ളി നടത്തിക്കൊണ്ടുപോകണമെന്ന് നമ്മളൊക്കെയാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഈ ആഴ്ചയിലെ നമ്മുടെ കളക്ഷൻ പള്ളിയുടെ നടത്തിപ്പിലേക്കാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഹൈറുകൾ ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല, പുറത്തുള്ള ആളുകൾ ഖുത്ബ കേൾക്കുന്നതിൻ്റെ ഗുണങ്ങൾ
ഉൾക്കൊള്ളുന്നു. അപ്പം അങ്ങനത്തെ ഒരു നന്മയിലേക്ക് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ, പള്ളിയുടെ നടത്തിപ്പിലേക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ ഒരു വലിയൊരു കാര്യമുണ്ട്. മാത്രമല്ല, പള്ളി നിർമ്മാണത്തൊക്കെ കുറിച്ചുള്ള ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളി നിർമ്മാണത്തിന്റെ കളക്ഷൻ അല്ല, പള്ളി നടത്തിപ്പിന്റെ കളക്ഷനാണ്. പള്ളി നിർമ്മാണത്തിന്റെ കളക്ഷൻ ഇൻഷാ അല്ലാഹ് അതൊരു സമയമാകുമ്പോൾ നിങ്ങളൊക്കെ അറിയിക്കും. ഇപ്പോൾ അതിൽ ഓഫറുകൾ പറയാൻ പറ്റിയ ആളുകൾക്ക് ഓഫറുകൾ പറയാം, റമദാനിൽ തന്നെ ഓഫറുകൾ പറയാം. നിർമ്മാണം നമ്മളൊരു ചെറിയൊരു സമയം, ഒരു 1-2 മാസത്തിനപ്പുറം നമുക്ക് തുടങ്ങാൻ കഴിയുകയുള്ളൂ. പൈസ ഇന്ന് കിട്ടിയ നിർമ്മാണം ഇന്ന് എന്നുള്ളിടത്താണ് നമ്മളെ മനസ്സുള്ളത്. അപ്പോൾ നിങ്ങളൊരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്ന പള്ളിയെങ്കിലും ഉണ്ടാക്കുക എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം. ഒരു കുരുവിക്കൂട്ടില് ഒരു കുരുവി മുട്ടയിടുന്ന സ്പേസ് എത്രയുണ്ട്? അപ്പൊ അതിൽ ഏത് വിശ്വാസിക്കും പള്ളി നിർമ്മാണത്തിൽ പങ്കെടുക്കാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പള്ളി നടത്തിപ്പ് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ആളുകളെ നമ്മൾ സാമ്പത്തികമായിട്ട് ഇവിടുത്തെ ജീവനക്കാരുണ്ട് കേട്ടോ, ഇവിടുത്തെ ജീവനക്കാരുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ ദിവസം കാര്യമായ രീതിയിൽ ചെയ്യുക എന്നുകൂടി ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത് ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു അതിൽ നിന്ന് ശമനം നൽകുമാറാകട്ടെ. ശാരീരിക പരിമിതിയുള്ളവർ നമ്മുടെ സൊഫിൽ പോലെ ഇരിക്കുന്നുണ്ട്, അവർക്കൊക്കെ അള്ളാഹു അതിൽ നിന്നൊക്കെ പൂർണ്ണ ആശ്വാസം കൊടുത്ത് ദീനി രംഗത്ത് മരണം വരെ മറ്റുള്ളവർക്ക് ബാധ്യതയാകാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദനത്തിൽ നിന്ന് ജീവിക്കുന്ന ജനലക്ഷങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ കൊടുക്കുമാറാകട്ടെ. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു ഈ ഈദിന്റെ മുൻപ് ഈ ഈദിനെങ്കിലും അവർക്കൊരു നല്ല ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പോരാട്ടങ്ങൾക്ക് അള്ളാഹു കൂടുതൽ കരുത്തിന് നൽകുമാറാകട്ടെ. ഗസ പോലെ ലോകത്ത് ഒരുപാട് ഇടങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളുണ്ട്, അവർക്ക് അള്ളാഹു ആശ്വാസത്തെ കൊടുക്കുമാറാകട്ടെ. ഇന്ത്യയിലെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നമുക്ക് അനുകൂലമാം വിധം കാര്യങ്ങൾ മാറി മറയാനുള്ള ഹിക്മത്തിനെ അള്ളാഹു പ്രയോഗിക്കുമാറാകട്ടെ. ഒറ്റ മനസ്സോടുകൂടെ മധ്യത്തെ ചേരി ഏറ്റവും ശക്തമായി നിലനിന്ന് മുന്നോട്ട് പോയി കാര്യങ്ങളിൽ ലക്ഷ്യം നേടുന്ന സാഹചര്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين ربنا تقبل منا يا رب العالمين ربنا تقبل منا يا رب العالمين ربنا تقبل منا صيامنا وصلاتنا واذكارنا يا رب العالمين اللهم اغفر لنا يا رب العالمين اللهم اغفر لنا يا رب العالمين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم اغفر لنا يا رب العالمين آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.